ഈ ഒരു കൂട്ടായ്മ കാണുമ്പോൾ ഞാൻ സന്തോഷം മാത്രമല്ല, എനിക്കൊരു ആത്മവിശ്വാസം, പാർട്ടിക്കൊരു ആത്മവിശ്വാസം ഇന്ന് ഇവിടെ എനിക്ക് കിട്ടുന്നുണ്ട്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ആളല്ല, പക്ഷേ കുറച്ച് കാര്യങ്ങളും കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ഇലക്ഷൻ വരും, ഇലക്ഷൻ പോവും, ഒരു നാട്ടിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. അത് ലെഫ്റ്റ് ആണോ കോൺഗ്രസ് ആണോ, വാഗ്ദാനങ്ങൾ കൊടുക്കും. ഒരു നയാ പൈസ, ഒരു ചുക്കിന്റെ വാക്ക് പാലിക്കില്ല. MLA ആയാൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പിടിച്ചാൽ പവർ പോളിറ്റിക്സ് മാത്രം ആണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മളെ കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. നാടിന്റെ ദിശയും ദശയും അതുപോലെ തന്നെ പോണോ, ഒരു പുതിയ ഡയറക്ഷനിൽ പോണോ തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. CPM തുടരണോ, ജമാഅത്ത് വരണോ, അല്ലെങ്കിൽ NDA വന്ന് നല്ല ഭരണം കൊണ്ടുവരണോ, ഇത് തീരുമാനിക്കേണ്ട ഒരു കൃത്യമായ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഇത് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. NDA ഈ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റ് ജയിക്കാനോ, 2 സീറ്റ് ജയിക്കാനോ, 3 സീറ്റ് ജയിക്കാനല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. മാർച്ച് 2025 എനിക്ക് ഈ ചുമതല കിട്ടിയപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത് പറഞ്ഞ സംസ്ഥാന കൗൺസിൽ അംഗത്തിന് മുമ്പ് പറഞ്ഞു, എനിക്ക് കിട്ടിയ ദൗത്യം, എനിക്ക് തന്ന ദൗത്യം, ഞങ്ങളുടെ പ്രധാനമന്ത്രി തന്ന ദൗത്യം മാറ്റം കൊണ്ടുവരാനാണ്. മാറ്റം കൊണ്ടുവരണമെങ്കിൽ NDA ഭരിക്കണം. NDA ഭരിച്ചിട്ട് മാത്രമേ, ആ പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ മടങ്ങിപ്പോവുള്ളൂ. അന്ന് പറഞ്ഞതാണ്, ഇന്നും പറയുന്നു. അപ്പൊ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. NDA ഈ ഇലക്ഷൻ മത്സരിക്കുന്നത് വികസിത കേരളം സൃഷ്ടിക്കാനും ഈ നാടിന്റെ രാഷ്ട്രീയത്തിൽ മാറ്റം കൊണ്ടുവരാനും ജനങ്ങൾക്ക് വേണ്ടി വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ദൗത്യം. പിന്നെ മഹേഷ് പറഞ്ഞല്ലോ, അത് കറക്റ്റാണ്, 100% കറക്റ്റാണ്. മാറി മാറി ഭരിച്ച LDFും UDFും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. മാത്രമല്ല, അവർ ജനങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട്. വഞ്ചിച്ചത് ഒരു തവണയോ 2 തവണയല്ല, എത്രയോ തവണ. എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊണ്ടാണ് വോട്ട് നേടിയത്. മറുവശത്ത് കോൺഗ്രസ് 10 കൊല്ലം സെൻട്രൽ ഗവൺമെന്റ് ഭരിച്ചു. ഇവിടുന്ന് 8 മന്ത്രിമാരായിരുന്നു, കേരളത്തിന് 8 മന്ത്രിമാരായിരുന്നു ഡൽഹിയിൽ. നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഒരു ചുക്കും ചെയ്തില്ല. പിന്നെ അവിടെ എന്തായിരുന്നു അവർ ചെയ്തത്? 10 കൊല്ലം ഭരിച്ച കോൺഗ്രസ് പാർട്ടി, CPMന്റെ പിന്തുണ കൊണ്ട് ഭരിച്ച കോൺഗ്രസ് പാർട്ടി ഭീകരമായ അഴിമതി മാത്രം ചെയ്ത് നാടിനെ നശിപ്പിച്ചു. ഇന്ത്യ നാടിനെ നശിപ്പിച്ചു. മറക്കരുത്, എലക്ഷൻ തെരഞ്ഞെടുപ്പ് ഒരു വാഗ്ദാനം കൊടുക്കാനോ ഒരു ഇവന്റ് മാനേജ്മെന്റിന് സമയമല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ജനങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുവേണ്ടി ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കാൻ, അതാണ് ജനാധിപത്യ സംവിധാനത്തിൽ. അത് വിശ്വസിച്ചിട്ടാണ് ജനങ്ങൾ വോട്ട് തരുന്നത്. ഇതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടിയും LDFും എത്രയോ തവണ ജനങ്ങളുടെ വിശ്വാസം നേടി ഭരിച്ചിട്ടുണ്ട്. ഇന്ന് നാടിന്റെ സ്ഥിതി എന്താണ്? ഈ വൈക്കം നാട്, നമ്മൾ 100 ശതാബ്ദി 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷിച്ച നാടാണത്. 70 കൊല്ലായി കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചിട്ട്. ഇന്നും
ഈ നാട്ടിൽ 70 കൊല്ലം മുമ്പ് ഉള്ള പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കാണ്ടിരിക്കുന്നു. ഈ കേരള മോഡൽ എന്ന് പറഞ്ഞ CPM ഇന്നും 55% വീട്ടിൽ മാത്രമേ കുടിവെള്ളമുള്ളൂ. എന്നിട്ട് പറയുന്നു തുടരാം. എന്താണ് തുടരേണ്ടത്? ശബരിമല കൊള്ളയോ, അഴിമതിയോ, ജനങ്ങളിങ്ങനെ ദ്രോഹിക്കുന്ന രാഷ്ട്രീയമോ? എന്താണ് തുടരെന്ന് പറഞ്ഞത്? അതുകൊണ്ടാണ് ഇന്ന് ജനങ്ങൾ പറയുന്നത് മതിയായി. മതിയായി MLA, മതിയായി രാഷ്ട്രീയം, മാറ്റം തുടങ്ങാമെന്ന് ജനങ്ങൾ പറയുന്നു. ആ മാറ്റം കൊണ്ടുവരാൻ BJP NDA തയ്യാറാണ്. കാരണം ഇതുപോലെ തന്നെ 2014 നരേന്ദ്രമോദിജിക്ക് ഇന്ത്യൻ ജനങ്ങൾ ഒരു അവസരം കൊടുത്തു മാറ്റം കൊണ്ടുവരാൻ. കഴിഞ്ഞ 12 കൊല്ലം നരേന്ദ്രമോദിജി കൊണ്ടുവന്ന ആ ഒരു കുതിച്ച ചാട്ടം, ഇന്ത്യക്ക് മാറ്റം എല്ലാവർക്കും അറിയാം.